നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത് സോയ ചങ്ക്സ് കൊണ്ടുള്ള റെസിപ്പിയാണ്. സോയ ചങ്ക്സ് വരട്ടിയത്. അപ്പം നല്ല ടേസ്റ്റാണ്. ഇതപ്പം എങ്ങനെ ചെയ്യുന്നതെന്നൊന്ന് നോക്കാം. ആദ്യം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കി വെക്കുക. അതിനകത്തേക്ക് നമ്മൾ ഈ സോയ ചങ്ക്സ് ഇട്ട് വെക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിനകത്ത് വെള്ളം തിളച്ചതിന് ശേഷം അതിനകത്ത് ഒരു സ്പൂൺ ഉപ്പും കൂടി ഇട്ടൊന്ന് നന്നായിട്ട് കലക്കിയതിന് ശേഷം ഞാനിപ്പം ഏകദേശം ഒരു കപ്പോളം സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. 100 ഗ്രാമോളം വരും. അതൊന്നിട്ട് ഒന്ന് ഇളക്കി അതൊന്ന് മാറ്റി വെക്കുക. അതൊരു 10 മിനിറ്റ് നേരം അത് കുതിരാനായിട്ട് വെക്കണം. ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് സവോളയൊക്കെ വഴറ്റിയെടുക്കാൻ വേണ്ടി വേറൊരു പാത്രം വെച്ച് അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു സവോളയാണ് എടുത്തേക്കുന്നത്. 1.5 സവോളയൊക്കെ എടുക്കാം. അതും കൂടി ഇതിനകത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ സവോള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവോള പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അതും കൂടെ ചേർത്തൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കണം. സവോള കുറച്ചൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പം 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 2 പച്ചമുളകും കൂടെ ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതെല്ലാം കൂടെ ഒന്ന് വഴണ്ട് വരാൻ വേണ്ടി കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കണം. ഏകദേശം ഈ ഒരു പരുവൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു ചെറിയ 2 തക്കാളി ഞാൻ ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. വലുതാണെങ്കിൽ ഒരു തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. തക്കാളിയും ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളി സവോളയൊക്കെ ആയിട്ട് നന്നായിട്ട് വഴണ്ട് വരണം. അതിന് നമുക്കൊരു 5 മിനിറ്റോളം അതൊന്ന് അടച്ചു വെച്ച് നന്നായിട്ട് വേവിക്കണം. ഈ സമയത്ത് നമുക്ക് നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ടിരുന്ന സോയ ചങ്ക്സ് ഏകദേശം കുതിർന്നിട്ടുണ്ടാവും. അതൊന്ന് നന്നായിട്ട് കഴുകി മാറ്റിയെടുക്കണം. ഇപ്പം ഏകദേശം ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് പച്ചവെള്ളത്തിലും നന്നായിട്ട് കഴുകിയെടുക്കണം. 2-3 തവണ നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിൻ്റെ വെള്ളം ശരിക്കും പിരിഞ്ഞ് കളയണം. വെള്ളം അതിലൊട്ടും ഇരിക്കാൻ പാടില്ല. വെള്ളം ഇരുന്ന് കഴിഞ്ഞാൽ അതിനകത്തൊരു വേറൊരു ടേസ്റ്റ് വരും. തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യണം. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. മുളക് പൊടി കുറച്ച് മതി. നമ്മളിതിനകത്തേക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അത് ശരിക്കൊന്ന് മിക്സായി വരുമ്പോഴത്തേക്ക് ഒരു 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സായി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന സോയ ചങ്ക്സ് ഇതിനകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കണം. വീണ്ടും ഈ മസാല എല്ലാം ഇതിലേക്ക് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഏകദേശം എല്ലാത്തിലേക്കും നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ സമയത്ത് തന്നെ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റോളം ഒരു 10 മിനിറ്റോളം അതൊന്ന് അടച്ചു വെച്ച് വയ്ക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇത് നന്നായിട്ട് അതൊന്ന് മുരിഞ്ഞ് വരണം. ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം ഇതിനകത്തേക്ക് ഞാനിപ്പം പെരുംജീരകത്തിൻ്റെ പൊടിയാണ് ആഡ് ചെയ്യുന്നത്. ഒരു 1/2 ടീസ്പൂണോളം പെരുംജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ആയതിനു ശേഷം അതിനകത്തേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഒരു
5-8 മിനിറ്റോളം നമുക്കത് തുറന്ന് വെച്ച് തന്നെ നന്നായിട്ട് മൊരിച്ചെടുക്കണം. ഇനി അടച്ചു വെച്ച് വേവിക്കേണ്ടതില്ല, ഒന്ന് മിക്സ് ചെയ്ത് ഏകദേശം ഈ പരുവത്തിനൊന്ന് മൊരിഞ്ഞെടുക്കണം. കുറച്ച് നേരം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയൊക്കെ എടുക്കുമ്പോഴത്തേക്ക് അത് ശരിക്കും മൊരിഞ്ഞു വന്നോളും. ഏകദേശം ഈ ഒരു പരുവമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. കുറച്ച് കറിവേപ്പിലയും കൂടെ അതിനകത്തേക്ക് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.